നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 735 735. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 735. 6-ാം സർഗം ഉപാസനാകാണ്ഡത്തിൽ മായാ തരണ ഉപായം, മായയെ തരണം ചെയ്യാനുള്ള ഉപായം എന്താണെന്നാണ് ചോദ്യം ഉത്തരവും. അപ്പോൾ ആസ് യൂഷ്വൽ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനമായിട്ട് പറഞ്ഞത് 58-ാമത്തെ ശ്ലോകമാണ്. അതെന്തായിരുന്നു? വിശുദ്ധി അരുളും പുണ്യഗ്രന്ഥം ആത്മഹിതൈഷികൾ പാരായണം ചെയ്തിടേണം പതിവായും നൃപോത്തമ. ഭാഗവതം സ്ഥിരമായിട്ട് പാരായണം ചെയ്യണമെന്നാ. എന്തിന്? പഠിച്ചത് മറക്കാതെണ്ടിരിക്കാൻ. വിശുദ്ധി അരുളും പുണ്യഗ്രന്ഥം ആത്മഹിതൈഷികൾ, ആത്മാവിൻ്റെ പുനരുദ്ധാരണത്തിനും അതുവഴി മോക്ഷത്തിനെയും പ്രാപിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ പാരായണം ചെയ്തിടേണം പതിവായും നൃപോത്തമാ. നിമിച്ചക്രവർത്തിയോടാണ് പറയണത്. പതിവായിട്ട് എന്നാണ് പറഞ്ഞത്. അടുത്തത്, വാക്കും മനസ്സും മിന്നിപ്പാൻ ഇത് അത്യന്ത സഹായകം. വാക്കും മനസ്സും, മനസ്സിനെ കടിഞ്ഞാനിടാൻ സാധിക്കണം, വാക്കുകളെ നിയന്ത്രിക്കാൻ സാധിക്കണം. വാക്കും മനസ്സും മിന്നിപ്പാൻ ഇത് അത്യന്ത സഹായകം. ഗംഗാസ്നാനാദിയേക്കാളും കാമ്യമാണിത് അസംശയം. ഭഗവാന്റെ തിരുപാദപത്മങ്ങളെ അഭിഷേകം ചെയ്ത ജലാണ് ആകാശഗംഗയായിട്ട് മാറിയത്. അതാണ് ഭൂമിയിൽ ഗംഗയായിട്ട് വന്നത്. അതിൽ സ്നാനം ചെയ്യുന്നതിനേക്കാൾ മഹത്തരമാണ് ഭഗവാന്റെ സംവാദങ്ങൾ, ഭഗവാനെപ്പറ്റിയും ഭഗവാനാലും പറയപ്പെട്ടിട്ടുള്ള ഭാഗവത ഗ്രന്ഥം വായിക്കുക എന്നുള്ളത്. വാക്കും മനസ്സും മിന്നിപ്പാനിത് അത്യന്ത സഹായകം. ഗംഗാസ്നാനാദിയേക്കാളും കാമ്യമാണ് ഇത് അസംശയം. മനസ്സിൽ എന്ത് അതേ വാക്കിൽ ഇതാണ് ആർജവം. ഈ ഗുണം ഒരു വ്യക്തിക്ക് വേണ്ട ഗുണം എന്താ? മനസ്സിൽ എന്ത് അത് വാക്കിൽ പ്രതിഫലിക്കണം, വാക്കിലെന്ത് അത് കർമ്മത്തിൽ പ്രതിഫലിക്കണം. മനസ്സിൽ എന്ത് ഏത് വാക്കിൽ ഇതാണ് ആർജവം. ഈ ഗുണം വിടായിക ഭഗവത്പാദ ഭക്തി ശീലിച്ചിടുന്നവൻ, ഭഗവത് ഭക്തി ശീലമാക്കിയവൻ ഒരിക്കലും അസത്യം പറയരുത്. സത്യമേവ ജയതേ. മമതയ്ക്ക് വേണ്ടി, സ്വന്തം താല്പര്യം രക്ഷിക്കാൻ വേണ്ടി നുണ പറയാൻ പാടില്ല. മരിച്ചാൽ മരിച്ചോട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ പറയണു, ഇനി ഞാൻ ബ്രഹ്മചര്യത്തെപ്പറ്റി ഒട്ടൊന്നു ചൊല്ലിടാം. ബ്രഹ്മചര്യം എന്താണെന്ന് അറിയണം, എന്നാലാണ് മായയെ തരണം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ബ്രഹ്മചര്യത്തെ പറ്റി ഒട്ടൊന്നു ചൊല്ലിടാം. പരനാരികളിൽ കണ്ണും കരളും ചെന്നിടായകയാം. പരനാരി എന്നുള്ളത് ഇപ്പം മാധ്യമത്തിലൊക്കെ വലിയ അല്ലേ, അത് അന്നുണ്ട് എന്ന് ഭാഗവതം എഴുതിയ കാലത്തിന്. നാരികൾ പരനാരികളിൽ സോറി പരനാരികൾ എന്നാ, മറ്റുള്ളവരുടെ സ്ത്രീകളെ എന്നർത്ഥം. ഞാൻ ക്ഷമ ചോദിക്കണം, നാരി എന്നല്ല കേട്ടോ ഉപയോഗിച്ചത്. സോറി. ഈ കേട്ടുപഴക്കമുള്ളതല്ലേ പറയൂ, അങ്ങനെ ഒരു തെറ്റ് പറ്റിയതാ. പരനാരികളിൽ കണ്ണും കരളും ചെന്നിടായകയാം. ആദ്യമായി അഭ്യസിക്കേണ്ടത് ആ മട്ടാണ് ഈ മഹാവ്രതം. ഇതൊരു മഹാവ്രതമാണ്. ആദ്യമായി അഭ്യസിക്കേണ്ടതമ്മട്ടാണ് ഈ മഹാവ്രതം. വാൾ തലപ്പിൽ നടക്കുമ്പോൾ എത്രയും ശ്രദ്ധ വേണ്ടതാം. അറിയില്ലെങ്കിൽ മനസ്സിലാക്കുക. വാളിൻ്റെ മുനയിൽ കൂടി, വാളിൻ്റെ വായിൽ കൂടി നടക്കുക.
വാൾത്തലപ്പിൽ നടക്കുമ്പോൾ എത്രയും ശ്രദ്ധ വേണ്ടതാം സ്ത്രീ പൂമാന്മാരിൽ അന്യോന്യം ഊറി നിന്നിടും അത്തരം നിഷിദ്ധ കൗതുകം നീങ്ങി നിതരാം മർത്യമാനസം. പ്രലോഭനങ്ങളിൽ കുടുങ്ങരുത് എന്നർത്ഥം. പ്രലോഭനങ്ങളിൽ കുടുങ്ങരുത്. നിഷിദ്ധ കൗതുകം നീങ്ങി നിതരാം മർത്യമാനസം. അഖണ്ഡ ബ്രഹ്മഭാവത്തിൽ അണിഞ്ഞിടേണം ആവിധം. അഖണ്ഡ ബ്രഹ്മഭാവത്തിൽ അണിഞ്ഞിടേണം ആവിധം. അവസ്ഥയാം ബ്രഹ്മചര്യം എന്നോതുന്നു മനീഷികൾ. ഋഷിമാർ പറയുന്നുണ്ട്, എന്താണ് ബ്രഹ്മചര്യം? അവസ്ഥ എന്ന് പറഞ്ഞെന്താ? മനസ്സുകൊണ്ടുകൂടി വ്യഭിചരിക്കരുത് എന്നർത്ഥം. സമസ്ത സൽഗുണങ്ങൾക്കും ഇതാണെന്നും അടിത്തറ. എല്ലാറ്റിനും ഒരു ബേസ് വേണം, ഫൗണ്ടേഷൻ. അത് ബ്രഹ്മചര്യമാണ്. സമസ്ത സൽഗുണങ്ങൾക്കും ഇതാണെന്നും അടിത്തറ. ഇതൊന്നില്ലായിൽ മർത്യന് ജയമില്ല ഒരിടത്തിലും. ഒരിടത്തും ജയമില്ല. ഒരിടത്തും ജയമില്ല എന്നാണ് പറയുന്നത്. സമസ്ത സൽഗുണങ്ങൾക്കും ഇതാണെന്നും അടിത്തറ. ഇതൊന്നില്ലായിൽ മർത്യനു ജയമില്ലൊരിടത്തിലും. 66-ാമത്തെ ശ്ലോകം. ബ്രഹ്മചര്യ പ്രഭാവത്താൽ അത്രേ പേർ കേട്ട സർവരും. എല്ലാവരും എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ മഹാന്മാർ ബ്രഹ്മചര്യത്തെ ഉപോത്ബലകമാക്കിയിട്ടാണ്. ബ്രഹ്മചര്യ പ്രഭാവത്താൽ അത്രേ പേർ കേട്ട സർവരും പ്രശോഭയാർന്നതെങ്ങും ഓർക്കിൽ ഈ ഗുണമാംവിധം. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗുണം. മഹത്വം അഖിലം മന്നിൽ ചുരത്തും കാമധേനുവാം. കാമധേനു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാമിക്കുന്നു അതെല്ലാം കറന്നെടുക്കാൻ കഴിയുന്ന പശു എന്നർത്ഥമായി. കാമധേനു, എല്ലാ പശുക്കളുടെയും മാതാവാണ് കാമധേനു. അപ്പോൾ മഹത്വം അഖിലം എല്ലാം മന്നിൽ ചുരത്തും കാമധേനുവാം. വാഗ് മനസ്സുകളാൽ പോലും ഒരാൾക്കും ദ്രോഹമെന്നിയേ. വാഗ് മനസ്സുകളാൽ പോലും ഒരാൾക്കും ദ്രോഹമെന്നിയേ ജീവിപ്പതാണ് അഹിംസാഖ്യാം മഹാധർമ്മം. ഇതത്രയും അപ്പോൾ മറ്റൊരാളെ ദ്രോഹിക്കാതെ കണ്ട് ജീവിപ്പതാണ് അഹിംസ. അഹിംസ എന്ന പേര് മഹാധർമ്മം. ഇതെത്രയും ശീലിച്ചിടേണം ഭഗവത് പ്രേമം കാക്ഷിക്കിലേവനും. ഭഗവത് പ്രേമം കാക്ഷിക്കുന്നവൻ ബ്രഹ്മചര്യം ശീലിക്കണം. മാനാവമാനം ശീതോഷ്ണം സുഖദുഃഖം ജയാജയം. ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? മാനാവമാനം, മാനം അവമാനം, ശീതം ഉഷ്ണം, സുഖം ദുഃഖം, ജയ പരാജയം, ദരിദ്രൻ ധനവാൻ, വൃദ്ധൻ യുവതി രത്നം. ഈ വിധം ദ്വന്ദ്ങ്ങളിൽ ഒരേപോലെ മനസ്സിൻ നിലയും നില സമഭാവനയാം ഭക്തിക്കിത് അത്യന്ത സഹായകം. സംശുദ്ധമായ ഭക്തി വേണോ? ഈ പറയുന്നതൊക്കെ കേൾക്കണം. അകതാരിൽ ഉപാസിക്കും ആത്മാവാം ഇഷ്ടദേവനെ. ഇഷ്ടദേവനെ എവിടെ കാണേണ്ടത്? അകതാരിൽ, അവരവരുടെ ഉള്ളിൽ. അൾട്ടിമേറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അകതാരിൽ ഉപാസിക്കും ആത്മാവാം ഇഷ്ടദേവനെ. സമസ്ത ഭൂതങ്ങളിലും സച്ചിത് രൂപേണ ജീവനായി. എല്ലാവരുടെ ശരീരത്തിലും അന്തര്യാമിയായി കുടികൊള്ളുന്ന ചിത് രൂപൻ, ചിതാകാശ ഗുഹയിൽ വസിക്കുന്ന ചൈതന്യം ജീവനായി നിയന്ത്രരൂപേണ മഹേശ്വരനായും ലസിപ്പതായി. മഹേശ്വരൻ, സാക്ഷാൽ മഹേശ്വരനായും ലസിപ്പതായി കാണുവാൻ അഭ്യസിക്കണം. അത് ജന്മൈക ലാഭമാം. ജന്മൈക ലാഭം, ജന്മത്തിൽ, ഓരോ ജന്മത്തിലും ഏറ്റവും വലിയ ലാഭം എന്താ? എല്ലാ ജീവജാലങ്ങളിലും ആത്മാവുണ്ടെന്നും അതുതന്നെയാണ് പരമാത്മാവെന്നും മനസ്സിലാക്കലാണ്. മനസ്സിലായോ?
പ്രപഞ്ച വ്യവഹാരത്താലുള്ള മലിനമാവുഹിൽ. വളരെ ശ്രദ്ധിക്കണം. പ്രപഞ്ച വ്യവഹാരം, പ്രപഞ്ചത്തിലുള്ള ആൾക്കാരായിട്ട് വ്യവഹരിക്കുമ്പോൾ ഉള്ളം മലിനമാവുകിൽ സംശുദ്ധമാക്കൂ ഭഗവത് കീർത്തന ശ്രവണാദിയാൽ. അതിനെ സംശുദ്ധമാക്കണം. എങ്ങനെ? ഭഗവത് കീർത്തന ശ്രവണാദി, ഭഗവാനെ കീർത്തിക്കുന്നത് കേൾക്കുക, ഭഗവാന്റെ സമസ്ത ഐശ്വര്യങ്ങളെയും ശ്രദ്ധിക്കുക. എന്നാൽ അവരവർക്ക് മറ്റുള്ളവരെ ദ്രോഹം ചെയ്യുന്ന ഇടപാടുകൾക്ക് വേണ്ടി വരില്ല എന്നർത്ഥം. പ്രപഞ്ച വ്യവഹാരത്താൽ ഉള്ളം മലിനമാവുകിൽ സംശുദ്ധമാക്കൂ ഭഗവത് കീർത്തന ശ്രവണാദിയാൽ. ഇന്ദ്രിയം വഴി ശബ്ദാദികളിൽ ചെല്ലുന്ന മാനസം. ഇന്ദ്രിയം വഴി കാത് മുഖാന്തരം ഇമ്പം തോന്നുന്ന ശബ്ദങ്ങൾ കേൾക്കണമെന്ന് ഷഡിക്കരുത്. ഷഡിച്ചാൽ അപകടമായി. ഇന്ദ്രിയം വഴി ശബ്ദാദികളിൽ ചെല്ലുന്ന മാനസം പിന്തിരിപ്പിച്ചു പരമാത്മാവിൽ നിർത്തേണം ആവതും. പിന്തിരിപ്പിച്ച് പരമാത്മാവിൽ നിർത്തേണം ആവതും. വല്ലോരും വന്നു വിഘ്നങ്ങൾ പലമട്ടുളവാക്കുവാൻ. ആരെങ്കിലും വല്ലോരും വന്ന് വിഘ്നങ്ങൾ പലമട്ട് ഉളവാക്കുവാൻ തരമില്ലാത്തതാം പുണ്യസ്ഥലം, അല്ലെങ്കിൽ ആശ്രമം, അല്ലെങ്കിൽ നിജഗേഹത്തിൽ തന്നെ മട്ടിൽ ആമകം. അതായത് ഒന്നല്ലെങ്കിൽ ക്ഷേത്രസങ്കേതത്തിൽ അഭയം പ്രാപിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ജീവിക്കാം, അല്ലെങ്കിൽ നിജഗേഹത്തിൽ തന്നെ മട്ടിലാമകം മനസ്സിനെ നിയന്ത്രിക്കാം. തിരഞ്ഞെടുത്തു കൊള്ളേണം ഭക്തി സാധന ചെയ്യുവാൻ. ഭക്തി സാധന ചെയ്യാം. പണ്ഡിതൻ, ധനികൻ, വിപ്രൻ, പേർ കേട്ടോൻ, തറവാടി, ഞാൻ പാടില്ല ഈ വക ഭാവങ്ങൾ അകതാരിൽ അല്പവും. ഞാൻ പണ്ഡിതനാണ്, ധനികനാണ്, ബ്രാഹ്മണനാണ്, പേര് കേട്ടവനാണ്, തറവാടിയാണ് എന്നൊന്നും പാടില്ല ഈ വക ഭാവങ്ങൾ അകതാരിൽ അല്പവും. എല്ലാവരും ഒന്നാണ്. താൻ മാത്രമല്ല തറവാടി, ഞാൻ മാത്രമല്ല തറവാടി, എല്ലാവരും തറവാടികളാണ്. അല്ലെങ്കിൽ ആരും എല്ലാം തറയാണ്, അത്ര വിചാരിച്ചാൽ മതി. തറയായിട്ടുള്ളവനും തറവാടിയായിട്ടുള്ളവൻ്റെയും ആത്മാവ് ഒന്നാന്നുള്ളത് മനസ്സിലാക്കണം. കരയും കസവും മറ്റും വേണമെന്നില്ല അല്ലേ? മുണ്ട് കൊടുക്കുമ്പോൾ കരയും കസവും മറ്റും വേണമെന്നില്ല, വല്ലതും മറപ്പാൻ മതി വസ്ത്രങ്ങൾ. ആഡംബരം ആവിധം ശീലിക്കിൽ എന്തെന്നില്ലാത്തൊരാനന്ദം ഉളവായി വരും. അതായത് ആഡംബരങ്ങളെ ഒഴിവാക്കാൻ സാധിച്ചാൽ മനുഷ്യന് മുതലാളിയാവാം. ഇപ്പം മുതലാളി ആവാത്തത് എന്തുകൊണ്ട്? ആൾക്കാർ ആഡംബരത്തിലാണ് കണ്ണ്. അത് കാരണം എത്ര പൈസ കിട്ടിയാലും തികയാത്തൊരവസ്ഥയാണ്. അപ്പോൾ നാണം മറപ്പാൻ മതി വസ്ത്രങ്ങൾ. അനാഡംബരം എന്നാണ് അവിടെ പറഞ്ഞത്. ആവിധം ശീലിക്കിൽ എന്തെന്നില്ലാത്തൊരാനന്ദം ഉളവായി വരും. ആനന്ദം ഉണ്ടാവുന്ന അത്തരം ദിവ്യഭാവങ്ങൾ അകതാരിൽ ഉദിക്കുവാൻ നിത്യം ഭാഗവതാഭ്യാസം ചെയ്തു കൊള്ളേണമാവതും. അത്തരം ദിവ്യഭാവങ്ങൾ അകതാരിൽ ഉദിക്കുവാൻ നിത്യം ഭാഗവതാഭ്യാസം ചെയ്തു കൊള്ളേണം ആവതും. മറ്റു ശാസ്ത്രങ്ങൾ യാതൊന്നും നിന്ദിച്ചിടരുതൽപ്പവും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റു ശാസ്ത്രങ്ങൾ അനേകമുണ്ട്, അവയെ ഒന്നും എന്ത് ചെയ്യരുത്? നിന്ദിച്ചിടരുത് അല്പവും. കേൾക്കൂ സത്യത്തിനാൽ വാക്ക്, മനസ്സ് ഈശ്വര ചിന്തയാൽ. സത്യത്തിനാൽ കേൾക്കൂ, സത്യത്തിനാൽ വാക്ക്, മനസ്സ് ഈശ്വര ചിന്തയാൽ. കർമ്മങ്ങൾ ഇന്ദ്രിയം നന്നായി അടക്കി തന്നെ വാഴുകയാൽ. ഇന്ദ്രിയങ്ങളെ അവരവരുടെ കസ്റ്റഡിയിൽ വയ്ക്കുക. ഇന്ദ്രിയങ്ങളെ സ്വേച്ഛാധിപന്മാരാക്കി തീർക്കരുത് എന്നർത്ഥം. അതിപ്പോൾ കാതായാലും കണ്ണായാലും മൂക്കായാലും വായാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്. കർമ്മങ്ങൾ ഇന്ദ്രിയം നന്നായി അടക്കി തന്നെ വാഴുകയാൽ ശുദ്ധീകരിച്ചു കൊള്ളേണം ഈ മൂന്നും മടിയെന്നിയെ.
മടി ഉണ്ടാവരുത്. അതിന് മടി ഉണ്ടായാൽ ഏതിനെങ്കിലും ഒന്ന് നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്താൽ അവർ നമ്മളെ ചതിക്കും. അതുകൊണ്ടാണ് പറയണത്. കർമ്മങ്ങൾ ഇന്ദ്രിയം നന്നായി അടക്കി തന്നെ വാഴുകയാൽ ശുദ്ധീകരിച്ചു കൊള്ളേണം ഈ മൂന്നും മടിയെന്നിയേ ഭഗവൽ ജന്മകർമാതി ശ്രവണം മുതലായതിൽ മുഴുകിയിടേണം ആത്മാവിന്. അതാണ് അമൃതഭക്ഷണം. ആത്മാവിന് സാധാരണ ഭക്ഷണമല്ല, ശരീരത്തിനാണ് അയ്യാറെറ്റും വിജയും ഒക്കെ ആവാം, ബിരിയാണിയൊക്കെ ആവാം. ആത്മാവിന് എന്താ കൊടുക്കുക? അമൃതം കൊടുക്കണം. അതെന്താ? ഭാഗവതമാണ്. ഭാഗവതമാകുന്ന അമൃതപാനം ചെയ്താൽ രക്ഷപ്പെടാം. അങ്ങയോടധികം ചൊല്ലിയിടേണ്ട ഞാൻ മിഥിലാധിപ. അങ്ങ് സാധാരണക്കാരനല്ല, വിവരമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഭഗവത് ശരണാംബോധ ധ്യാനം സാധിക്കലായതാം. അതുകൊണ്ട് ഏത് തരത്തിലും ഭഗവാനെ ധ്യാനിക്കുക, ഭഗവാനെ സേവിക്കുക. അതിൽ കവിഞ്ഞ് വേറെ ഒന്നും കേമത്തരല്ല എന്ന് പറഞ്ഞു. അങ്ങയോടധികം ചൊല്ലിടേണ്ട ഞാൻ മിഥിലാധിപ. ഭഗവത് ശരണാംബോധ ധ്യാനം സാധിക്കൽ ആയതാം മനുഷ്യ ജീവിതത്തിൻ്റെ മഹത്താം ലക്ഷ്യം മൂഴിയിൽ ഈശ്വരോപാസനയാണ് ഈ ഭൂമിയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും അധികം സജ്ജനങ്ങൾ ചെയ്യേണ്ട കാര്യം. മഹത്താം ലക്ഷ്യം മൂഴിയിൽ എന്നാണ് പറഞ്ഞത്. ഭൂമിയിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ? ഈശ്വരോപാസന. മുൻ ചൊല്ലിയ വിധം തന്നെ തെറ്റാതേതേതു കർമ്മവും. ഇതുവരെ വിസ്തരിച്ചിട്ടുള്ള കാര്യങ്ങൾ മുൻ ചൊല്ലിയ വിധം തന്നെ തെറ്റ് ഏതേതു കർമ്മവും തെറ്റാതെ ഏതേതു കർമ്മവും. ഭഗവത് പ്രീണനത്തിന് മാത്രമെന്നോർത്തു മാനുഷൻ. ഭഗവാനെ പ്രീണിപ്പിക്കാൻ ഇത് മാത്രമേ പറ്റുള്ളൂ. ഏത്? ഭഗവത് പ്രീണനത്തിനു മാത്രമെന്നോർത്തു മാനുഷൻ അനന്ത ജന്മങ്ങൾ മുതൽ കകതാരിങ്കലെത്രയും അകതാരിൽ കൂടസ്ഥനായും അന്തര്യാമിയും സർവജീവഗുഹാശയനുമായിട്ടിരിക്കുന്ന ആ പരമ്പൊരുളിനെ സേവിക്കുക, ബഹുമാനിക്കുക. ഇഷ്ടമായി ഓർത്ത് ശീലിച്ച ഗൃഹപുത്രധനാദികൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാത്ത അവസ്ഥയിൽ വീട് വേണം, കല്യാണം വേണം, കുട്ടികൾ വേണം, കാറ് വേണം, കോപ്പ് വേണം, ആന വേണം, ചേന വേണം, പൂച്ച വേണം എന്നൊക്കെ പറയും, നായ്ക്കുട്ടി വേണം എന്നൊക്കെ വിചാരിക്കും. ഇഷ്ടമായോർത്തു ശീലിച്ച ഗൃഹപുത്രധനാദികൾ സമസ്തവും അവിടുത്തേത് ആണെന്ന ഭാവത്തോടാവിധം എല്ലാം കയ്യിലുള്ളതെല്ലാം ഭഗവാന്റേതാണ് എന്നുള്ള ഒരു കരുതൽ നമ്മുടെ മനസ്സിലുണ്ടായാൽ അഹങ്കാരം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തുണ്ടാവും? അഹങ്കാരം ഉണ്ടാവും. സർവേശ്വരങ്കൽ അർപ്പിച്ച് എല്ലാം ഭഗവത് പാദാരവിന്ദത്തിൽ അർപ്പിച്ച് ശീലിക്കണം നൃപോത്തമാം. ഭാര്യ, കുട്ടികൾ, മക്കൾ, പേരക്കുട്ടികൾ എന്ന് വേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭഗവാന്റേതാണ്, ഭഗവത് കരുണ കൊണ്ടുണ്ടായിട്ടുള്ളതാണെന്നും അതെന്തെങ്കിലും ഒന്ന് നശിച്ചാൽ നമ്മൾ നശിക്കുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല. നമ്മൾ പിന്നെയും ജീവിക്കണം. അപ്പോൾ അതിന് ഒരു പിടിവള്ളിയായിട്ട് എന്ത് വേണം? സച്ചിദാനന്ദനിൽ താല്പര്യം വയ്ക്കുക, പ്രീതി ആയിട്ട് ജീവിക്കുക. അപ്പോൾ പറഞ്ഞു, ഈ വണ്ണം ഭഗവത് പ്രേമം മുൾ തെങ്ങും ഭക്തവര്യരെ. ഈ പറഞ്ഞ പോലെ കറ പറ്റാത്ത ഭക്തി വൈഭവത്തിൽ ഈ വണ്ണം ഭഗവത് പ്രേമമുൾ തിങ്ങും ഭക്തവര്യരെ സ്നേഹവായ്പോടെ സേവിച്ച്, സ്നേഹം കൊണ്ട് സേവിക്കാം, സ്നേഹവായ്പോടെ സേവിച്ചു കൊള്ളേണം ഭക്തികാംക്ഷികൾ. ഭക്തി കാക്ഷിക്കുന്നവർ എല്ലാവരെയും സ്നേഹവായ്പോടെ സേവിക്കുക. മാനിക്കേണം സദാചാര സമ്പന്നരെയും എത്രയും. മാനിക്കേണം സദാചാര സമ്പന്ന. എന്താ സമ്പത്തുള്ളവരെന്നല്ല പറഞ്ഞത്, സദാചാരം സമ്പന്നമായിട്ടുള്ളവരെ മാനിക്കണം എന്നാണ് പറഞ്ഞത്. വന്നിച്ചു കൊള്ളണം സാമാന്യരെയും സ്നേഹപൂർവകം. സാമാന്യന്മാരായിട്ടുള്ളവർ, ഓൺ ആൻ ആവറേജ് അങ്ങനെ ഉണ്ടല്ലോ,
വന്നിച്ചു കൊള്ളണം സാമാന്യരെയും സ്നേഹപൂർവകം. വെറും പ്രാകൃതരായോർക്ക് വിട്ടുകാര്യങ്ങൾ പോലവേ. അതായത് വെറും പ്രാകൃതരായോർക്ക് വീട്ടുകാര്യങ്ങൾ പോലവേ ഭക്തനു ഭഗവത് കാര്യമല്ലാതൊന്നില്ല ചെല്ലുവാൻ. അതായത് പ്രാകൃതരായവർക്ക് വീട്ടുകാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അവന് നേരാവാൻ പോണില്ല. അപ്പോൾ പ്രാകൃതരല്ലാത്ത നമ്മൾ എന്ത് ചെയ്യണം? ആകയാൽ അംബുജാക്ഷ അല്ല, അപ്പോൾ ഭക്തനു ഭഗവത് കാര്യമല്ലാതൊന്നില്ല ചൊല്ലുവാൻ. അപകടമാരായിട്ട് രാഷ്ട്രീയമൊന്നും സംസാരിക്കരുത്. എന്നിട്ട് പറയണു, ഭക്തനു ഭഗവത് കാര്യമല്ലാതൊന്നില്ല ചൊല്ലുവാൻ. ആകയാൽ അംബുജാക്ഷൻ്റെ ദിവ്യമാധുര്യലീലകൾ എന്തേ അയവർക്കാവൂ? ആകയാൽ അംബുജാക്ഷൻ്റെ താമരക്കണ്ണൻ്റെ ദിവ്യമാധുര്യലീലകൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ശ്രവിച്ചും പാടിമോദിച്ചും ഓരോ പുണ്യാനുഭൂതികൾ. ശ്രവിക്കുക, പാടിയും പാടണേൻ്റെ മുമ്പ് ശ്രവിക്കണം, ശ്രവിച്ച് ആനന്ദിക്കുക, പിന്നെ ശ്രവിച്ചത് പാടുക. ശ്രവിച്ചും പാടി മോദിച്ചും ഓരോ അനുഭൂതികൾ. കേട്ടും കേൾപ്പിച്ചും അന്യോന്യം. കേൾക്കുക, കേൾപ്പിക്കുക, അതാണ് ഇപ്പം ഞാൻ ചെയ്യണത്. എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. സങ്കടം വരാതെ കണ്ട് ജീവിക്കണോ? ഞാൻ വായിച്ച് ഞാൻ പഠിക്കുക, കേൾക്കുക, അത് മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കുക. കേട്ടും കേൾപ്പിച്ചും അന്യോന്യം സ്നേഹിച്ചും തന്നെ ഭംഗിയിൽ വിളങ്ങും വിഷ്ണുഭക്തന്മാർ അഹങ്കാര നിവൃത്തരായി. അഹങ്കാരമില്ലാണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അഹങ്കാരം വന്നാൽ നശിക്കും. വിളങ്ങും വിഷ്ണുഭക്തന്മാർ അഹങ്കാര നിവൃത്തരായി. വിശുദ്ധ ഭക്തി ശീലിച്ചത് അത്യന്ത ധന്യരായി. എന്താ ശീലിക്കേണ്ടത്? വിശുദ്ധ ഭക്തി. ഞാൻ പോയി കൊറോണ കഴിഞ്ഞിട്ട് വേറെ സപ്താഹത്തിലൊക്കെ പോകാണ്ടിരിക്കാൻ കാരണം എന്താ? ഭയൻ്റെ ഉള്ളിൽ. ഈ അമേച്വറിസം വിട്ട് പ്രൊഫഷണലിലേക്ക് പോയാൽ നിക്കക്കള്ളി ഉണ്ടാവില്ല. നിരന്തരം പാപങ്ങൾ ചെയ്യേണ്ടി വരും. തെറ്റായ കർമ്മങ്ങൾക്ക് ഭാഗവാക്കാക്കേണ്ടി വരും. അത് വേണ്ട. വിശുദ്ധ ഭക്തി ശീലിച്ചത്യന്തധന്യരായി. പരസ്പരം പലേ പുണ്യ സന്ദർഭം ഉളവാകുവാൻ സഹായിച്ച് അഭിനന്ദിച്ച് മോദിച്ച് ഈ മട്ടിൽ വാഴ്ത്തിടും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ? സഹായിക്കുക, അഭിനന്ദിക്കുക, വെൽ ഡൺ, മറ്റുള്ളവരെ അഭിനന്ദിക്കുക, മോദിക്കുക, സന്തോഷിക്കുക, ഈ മട്ടിൽ വാഴ്ത്തിടും, സ്തുതിക്കുക. ലോകവിഭ്രാന്തി ചെറ്റില്ല. എനിക്ക് ലോകവിഭ്രാന്തി ചെറ്റില്ല. എന്തപ്പം നാളെ ചെയ്യുക? ഇന്ന് ചെയ്ത മാതിരി നാളെയും ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ ചെല്ലുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ലോകവിഭ്രാന്തി ചെറ്റില്ല, നിങ്ങൾ അത്യന്ത ഭാഗ്യവാൻ. നിമി ചക്രവർത്തിയോടാണ് പറഞ്ഞത്. ലോകവിഭ്രാന്തി ചെറ്റില്ല, നിങ്ങൾ അത്യന്ത ഭാഗ്യവാൻ. ഭഗവത് കൃപയാൽ ഞാനും ഇന്നു തൊട്ട് ഇനിയാവിധം. അല്ലേ? അങ്ങനെയാണല്ലോ പറയാം. ആകയാം തമ്മിൽ ഈ വണ്ണം നാഥനെ തന്നെ സർവരും സ്മരിച്ചും കൊണ്ട് അന്യഭാവമകന്നുടൻ മായാപങ്കിലമായ കാമനകളെ തടഞ്ഞു നിർത്താൻ സാധിക്കണം. അതിനെന്ത് വേണം? വിശുദ്ധ ഭക്തി ഉള്ളിൽ വളരണം. അപ്പോൾ തമ്മിൽ ഈ വണ്ണം നാഥനെ തന്നെ സർവരും സ്മരിച്ചും കൊണ്ട് അന്യഭാവമകന്നുടൻ വെറും ബാഹ്യപ്രപഞ്ചത്തിൻ ബന്ധമേ വിട്ടു സർവവും. ഈ കാണുന്ന ബാഹ്യപ്രപഞ്ചത്തിൻ ബന്ധമേ വിട്ട് സർവരും ഭഗവന്മയമായി കണ്ട് പരമാനന്ദമഗ്നരായി. എല്ലാവരെയും ഭഗവാനായിട്ട് കാണുക. ഭഗവന്മയമായി കണ്ട് പരമാനന്ദത്തിൽ മുങ്ങിത്താഴുക. പ്രിയ സന്നിധിയോർത്തെന്തോ മൂളും മിണ്ടാതിരുന്നിടും. പ്രിയ സന്നിധിയോർത്ത്
ഭഗവാന്റെ തിരുവാദപത്മങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് എന്തോ ഒരു മൂളിപ്പാട്ട് നാരായണ 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 രാധാ ഗോവിന്ദ എന്നിങ്ങനെ മൂളിപ്പാട്ട് പാടുക. മൂളും മിണ്ടാതിരുന്നിടും ആനന്ദാശ്രുക്കൾ വരും, ചിരിക്കും കരയും മെല്ലെ വിളിക്കും കേഴുമീ വിധം കൃഷ്ണ 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 ആർത്തത്രാണപരായണ എന്നൊക്കെ ഒച്ച വെച്ചും മെല്ലെയും കേഴും ഈ വിധം എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ സർവഭാവങ്ങളും ഭക്തൻ ഭഗവാനോട് കാട്ടിടും, സർവഭാവങ്ങളും ഭക്തൻ ഭഗവാനോട് കാട്ടിടും. ഭഗവാനെ ഭർത്താവായിട്ടും അച്ഛനായിട്ടും അളിയനായിട്ടും സ്നേഹിതനായിട്ടും മാഷായിട്ടും ഗുരുനാഥനായിട്ടും പ്രഭുവായിട്ടും സർവേശ്വരനായിട്ടും ആയാധിപനായിട്ടും എന്ന് വേണ്ട, എന്തൊക്കെ തോന്നാം അതൊക്കെ ആവാം. അപ്പോൾ സർവഭാവങ്ങളും ഭക്തൻ ഭഗവാനോട് കാട്ടിടും, പെൺതയ്യലാൾ തൻ പ്രിയനോടെന്ന പോലെ നരോത്തമ. പെൺതയ്യലാൾ തൻ പെൺകൊടികൾ തൻ്റെ പ്രിയനോട് തന്നെ വിവാഹം കഴിക്കാൻ, കാമുകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേച്ച് പോകണവനല്ല കേട്ടോ, വിവാഹം കഴിക്കാൻ പോകുന്നു പ്രിയനോട് എന്ന പോലെ നരോത്തമ. അതാണ് ഉപമ അവിടെ. എന്നിട്ട് പറയണു ഈ വണ്ണം ഭഗവത് ധർമ്മം ശീലിച്ചത് അത്യന്ത ഭാഗ്യവാൻ. അങ്ങ് നിമിച്ചക്രവർത്തി അങ്ങ് വലിയ ഭാഗ്യവാനാണെന്നാണ് പറഞ്ഞത്. ഈ വണ്ണം ഭഗവത് ധർമ്മം ശീലിച്ച അത്യന്ത ഭാഗ്യവാൻ. മായയെ തരണം ചെയ്തു മിന്നും നാരായണാശ്രയൻ. നാരായണനെ ആശ്രയിച്ചവന് മായയെ തരണം ചെയ്യാൻ എളുപ്പമാണെന്നാണ് പറഞ്ഞത്. സാക്ഷാൽ ശ്രീഹരിയെ സേവിച്ച് സ്വന്തമാക്കിയിട്ടുള്ളവന്. ഇനി അതിൽ അവസാനത്തെ ശ്ലോകം 101-ാമത്തെ ശ്ലോകം. മായയെ സന്തരണം ചെയ്യുക എന്നുള്ളത് 101 ശ്ലോകം കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആമട്ടിൽ നാരായണൻ എന്ന പേരെഴും പരാൽപരൻ തന്നിലയൊന്നു കേൾക്കുവാൻ ചോദിക്കവേ ചൊല്ലി നൃപേന്ദ്രനോടുടൻ യോഗീന്ദ്ര ചൂടാമണി പിപ്പലായനൻ എന്ന് പറയുന്ന വ്യക്തി 9-ൽ എത്രാമത്തെ അപ്പോൾ അദ്ദേഹം ഇവിടേക്കോ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് നോക്കി പറയാം. മായാതരണത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ 9, അതെ, പ്രബുദ്ധമുനി ചൊല്ലിനാൻ. പ്രബുദ്ധൻ എന്ന ആള് 9-ൽ 4 ഞാൻ മനസ്സിലാക്കണത്. 9-ൽ 4 കഴിഞ്ഞാൽ വേറെ ആരും അങ്ങനെ വന്നിട്ടില്ല എന്നാണ് തോന്നണത് എനിക്ക്. വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. എണ്ണം 9 തികഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടി നോക്കിയിട്ട് പറയാം ഞാൻ. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാം. അപ്പോൾ 9-ൽ 4 കഴിഞ്ഞാൽ ഈ പിപ്പലായനൻ 5-ാമത്തെ ആളാണെന്നാണ് വിചാരിക്കണം ഞാൻ. അല്ല, ഇനിയിപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി കണ്ടുപിടിക്കാം. ആമട്ടിൽ നാരായണൻ എന്ന പേരെഴും പരാൽപരൻ തന്നിലയൊന്നു കേൾക്കുവാൻ ചോദിക്കവേ ചൊല്ലി നിർവനോടുടൻ യോഗീന്ദ്രന്മാരിൽ ചൂടാമണിയായിരിക്കുന്ന പിപ്പലായനൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ 6 സർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെയായിരിക്കുന്ന ശ്രീഹരി എല്ലാവർക്കും നന്മയ്ക്ക് ആവശ്യമായിട്ടുള്ള അനുഭൂതികൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടുകൂടി ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് ആശംസിച്ചുകൊണ്ട് നാളെ കാണാം. നമസ്കാരം.